അതെ. പിന്നെ ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, ഒരു കാര്യം ഞങ്ങൾക്ക് ടൈമിന് പറയാൻ പറ്റണില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തിന് രണ്ടാമത്തെ ആൾ നിർത്തിക്കും. ഇത് നമുക്ക് പോഡ്കാസ്റ്റും പറയാം. കാരണം നമ്മള് റിയാക്ഷൻസിനും ഇതിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെ, നമ്മളുടെ ഒരു ലിസണർ ഇപ്പൊ അടുത്ത് നമ്മളോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ മുന്നേ പ്ലാൻ ചെയ്തിട്ടാണോ വരുന്നത്, അതോ ഓൺ ദ സ്പോട്ട് സംസാരിക്കുന്നതാണോ എന്ന്. അപ്പൊ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അതെ, കാരണം നമ്മൾ ജസ്റ്റ് ടോപ്പിക്സ് ഇങ്ങനെ ജസ്റ്റ് ഇടും. പിന്നെ ചിലപ്പോ നമ്മൾ ഈ ടോപ്പിക് ഞാൻ ഒന്ന് സംസാരിക്കുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും ഓർമ്മ ആവുക, അങ്ങനെ പോവുക ചെയ്യാം. സ്റ്റാർട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എന്തിനെ കുറിച്ച് തുടങ്ങുക എന്നുള്ള നമ്മൾ പ്ലാൻ ചെയ്യാം. സോ ഞങ്ങള് നാട്ടിലായ ടൈമില് നാട്ടില് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല്, നാട്ടില് ഈ ഫ്ലാറ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പാർട്ട്മെന്റ്സ്. പക്ഷെ വലിയ വലിയ അപ്പാർട്ട്മെന്റ്സ് അല്ല, ഈ ചെറിയ ചെറിയ 2 ഫ്ലോർ 3 ഫ്ലോർ ഒക്കെ ഉള്ള ചെറിയ അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ അപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ ഹ്യൂമൻ വേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ ഹ്യൂമൻ വേസ്റ്റ് ഒരു ട്രക്ക് അത് കളക്ട് ചെയ്തിട്ട് ഒരു ഡംപ് യാർഡ് കൊണ്ടുപോയിട്ട് അവരത് നിക്ഷേപിക്കണം. അത് പിന്നെ അവരത് കമ്പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. പക്ഷെ ഈ യാർഡിൽ കൊണ്ടുപോയിട്ട് ഇതാക്കുമ്പോ ഇതിന് കുറെ റെന്റും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലെ ഈ വലിയ മുതലാളിമാരെന്താ ചെയ്യാ, ഇവർ ഈ വേസ്റ്റിന്റെ ഒരു കളക്ഷനും പരിപാടിയൊക്കെ രാത്രി ഒരു 12 1 മണിക്കാവും. എന്നിട്ട് ഇത് കൊണ്ടുപോകുന്ന പോക്കില് 2 മണി 3 മണി പുലർച്ചെ സമയം നാട്ടിൽ ആരും ഉണ്ടാവില്ല. ഇവര് നൈസ് അല്ല തോടും ഇതൊക്കെ കാണുമ്പോ അയക്കങ്ങോട്ട് തട്ടിയിട്ട് വരാണ്ട് ഹ്യൂമൻ വേസ്റ്റ്. പിന്നെ പിറ്റേന്ന് അവിടുത്തെ നാട്ടുകാരാണ് ഇത് അനുഭവിക്കുക, ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്റെ കാക്ക സുബൈക്ക് പള്ളി പോണ മനുഷ്യനാണ്. അപ്പൊ കാക്ക സുബൈക്ക് പള്ളി പോകുമ്പോ എല്ലാ പ്രാവശ്യവും സുബൈക്ക് പള്ളി പോകുമ്പോ ഇവ നടന്നിട്ടാ പോവാ. അപ്പൊ ഞങ്ങളെ വീട് നാഷണൽ ഹൈവേന്ന് ഒരു 100 മീറ്റർ മാറിയിട്ടാ. പക്ഷെ ഞങ്ങളെ വീട്ടിൽ നിന്ന് നാഷണൽ ഹൈവേ കാണും. ഈ നാഷണൽ ഹൈവേ ഞങ്ങളെ വീടിന്റെയും ഇത് റോഡ് വരുന്നത് ഒരു തോടിന്റെ അടിയിൽ കൂടെ. അപ്പൊ എന്നും ഈ തോടിന്റെ അവിടെ ഈ വേസ്റ്റ് ഇവര് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കാക്ക എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഈ സ്മെല്ലാണ്. പിന്നെ നമ്മള് വെറുതെ അനുഭവിക്കുന്ന ഒരു ഇടങ്ങേറാണല്ലോ അത്. പിന്നെ ആണെങ്കിൽ ഇവര് ഈ പൈസ സേവ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണേ. അതും വേനൽക്കാലം. മഴക്കാലാണെങ്കിൽ തോട്ടിലിട്ടാൽ അറ്റ്ലീസ്റ്റ് വെള്ളത്തിൽ ഒലിച്ചു പോകുന്നെങ്കിലും വിചാരിക്കാം. ഇത് വേനൽക്കാലം. അങ്ങനെ കാക്കൊക്കെ ആകെ ദേഷ്യം പിടിച്ചിട്ടെ കാക്ക എന്നോട് കാര്യം വന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ രാത്രിയല്ല, ഞാൻ കോളേജിലൊക്കെ പോയി അവിടൊക്കെ പോയൊക്കെ വരുമ്പോ അപ്പൊ ഹ്യൂമൻ വേസ്റ്റിന് പോലും തടുക്കാനാവില്ല. അപ്പൊ ഇവത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊക്കെ നടക്കുന്നത് നമ്മുടെ മുറ്റത്തോ ഞാൻ അറിയണേ. അങ്ങനെ ഓൻ പറഞ്ഞേ നമുക്ക് ഇത് എന്ത് വന്നാലും തടുക്കണം, ഇതിപ്പോ കൊറേ ആയി ഓരിങ്ങനെ ചെയ്യണേ, ആരോടും പറഞ്ഞിട്ടൊന്നും ഓർക്കും അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ള. അങ്ങനെ ഓൻ പറഞ്ഞേ നമുക്കൊരു പ്ലാൻ ഇടാറുണ്ട്. എന്റെ കാക്ക അമീർ സാനി അങ്ങനെ ഓന് പ്ലാൻ ഇട്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഓന്റെ കുറച്ച് ഫ്രണ്ട്സും എന്റെ കുറച്ച് ഫ്രണ്ട്സും കരിക്കിന്റെ വൈബൊക്കെ സംഭവം അതേമാതിരിയൊക്കെ തന്നെ. ഓന്റെ കുറച്ച് ഫ്രണ്ട്സും എന്റെ കുറച്ച് ഫ്രണ്ട്സും. എന്നിട്ട് ഇവൻ പറഞ്ഞ്, അതായത് വണ്ടി വരികയാണെങ്കിൽ 3 സ്പോട്ടുകളാണുള്ളത്, നമുക്ക് പെട്ടെന്ന് ചാടിക്കറി വരെ ബ്ലോക്ക് ചെയ്യാണ്. കാക്കയുടെ മാസ്റ്റർ മൈൻഡ്. അപ്പൊ ഓൻ പറഞ്ഞ ഒരു 3-4 ആൾക്കാര് ആ ഒരു പോയിന്റിൽ പോയിട്ട് എല്ലാരുടെ അടുത്തും വടിയും കമ്പൊക്കെ ഉണ്ട് കേട്ടോ. 3-4 ആൾക്കാര്, ഞങ്ങള് കുറച്ച് ബാക്കില്, പിന്നെ കുറച്ച് ആൾക്കാർ ഇത്. ഞാന് മറ്റേ ബാക്ക് സൈഡിലായിരുന്നു, ബാക്കിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്യാന്. അങ്ങനെ മറ്റേ കാക്ക കാറായിട്ട് റെഡിയാണ്. ഞങ്ങളുടെ അടുത്തൊരു 4-5 ബൈക്കൊക്കെ ഉണ്ട്, ബൈക്ക് സ്കൂട്ടർ, എന്റെ സ്കൂട്ടറൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ സാധാരണ എന്താ വിചാരിക്കുക, ഇവര് ട്രക്കിന്ന് വരുന്നു, ട്രക്കിന്ന് ഒരു പൈപ്പൊക്കെ കണക്ട് ചെയ്ത് തീക്കിടുന്നു, ഒരു 1-2 മിനിറ്റിന്റെ പരിപാടിയെങ്കിലും വിചാരിക്കും. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാല് ഞങ്ങള് ഒരു 2 മണി വരെയൊക്കെ കൊറേ കാത്തുനിന്ന് കഴിക്കലുള്ള പോലെ തന്നെ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഞാൻ പോരട്ടോ പറയാണ്ട് പോകുന്നു. അങ്ങനൊക്കെ ഇങ്ങനെ കൊറേ കാത്തുനിന്ന് അങ്ങനെ അവസാനം നമ്മള് ഇനിയിപ്പോ ഒരു വരലുണ്ടാവില്ലേ, നമുക്ക് ഇനി നാളെ നോക്കാം, എല്ലാരും വീട്ടിലേക്ക് പോവാൻ നിക്കാം, പ്രതികാരം നാളെ ചെയ്താൽ മതി. വീട്ടിലേക്ക് പോവാൻ നിക്ക.
അതില് ഈ വണ്ടി ഇങ്ങനെ മെല്ലെ വന്നിട്ടോ, അതായത് ഇവര് വരുന്ന തന്നെ ഒന്ന് വണ്ടി ഇവര് നമ്പർ പ്ലേറ്റും തീരെ വിസിബിൾ അല്ല. പിന്നെ എന്താണ് ട്രക്കാണ്, ഒരു മിനി ട്രക്ക്, ഒരു സീവേജ് ട്രക്ക്, മറ്റേ ടാങ്കർ പോലത്തെ. അങ്ങനെ ഇവര് മെല്ലെ ഇങ്ങനെ വന്നിട്ട് ഇവരെ തോട്ടിലോട്ടുള്ള ആ ഒരു ഭാഗത്ത് വലിയൊരു ഇതുണ്ട്, ഒരു ഓപ്പണിങ്. അപ്പം ഇവര് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് വെച്ചാല് ഇവരിങ്ങനെ പോകുമ്പോ വണ്ടി മെല്ലെ സ്ലോ ആക്കി നല്ല സൈഡാക്കും. ഇങ്ങോട്ട് ഓരോ ഓപ്പൺ ചെയ്യുമ്പോ ഈ വലിയ ഒറ്റ പോക്ക് 30 സെക്കൻഡ് കൊണ്ട് കാര്യം കഴിയും. അപ്പൊ ഈ വണ്ടി എത്തി ഞങ്ങൾ ഓരോരുത്തർ എത്തിയപ്പോ തന്നെ ഒരു ഡിസ്പോസൽ കഴിഞ്ഞത്. ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടിയൊക്കെ ഓണാക്കി വേഗം എത്തിയപ്പോ തന്നെ ഇവർക്ക് മനസ്സിലായി ഇവര് വണ്ടി എടുത്തിട്ട് ഇവര് വണ്ട് കാക്കയാണെങ്കിലും ബാക്കിൽ കാറിലുണ്ട്, പക്ഷെ ഇവര് കാറിന് സൈഡ് കൊടുക്കണില്ല. കാരണം സൈഡ് വൺ ചേസ് എന്റെ ലൈഫിൽ ആദ്യത്തെ ചേസാ. ലിറ്ററലി കാറിന് ഗ്യാപ്പ് കൊടുത്താല് അവർക്കറിയാം കാറ് മുന്നിൽ കയറി ചെയ്യാൻ പറ്റില്ല. പിന്നെ നിർത്തിയാല് ഈ പണിക്ക് വൻ പേയ്മെന്റാ ഇതിന്റെ ഡ്രൈവർമാർക്ക്, കാരണം റിസ്ക് കൂടുതലായോണ്ട്. പക്ഷെ റിസ്ക് പറഞ്ഞാൽ ഇതാണ്, നാട്ടുകാർ ഓടിക്കുമ്പോ ഈ തല്ലു കൊള്ളണം, പോലീസ് സ്റ്റേഷനിൽ നിൽക്കണം, അങ്ങനെയുള്ള കുറച്ച് റിസ്കുകളൊക്കെ. അങ്ങനെ ഇവര് ഒരു കാരണവശാൽ നിർത്തണില്ല. അങ്ങനെ എന്റെ പ്രൗഡ് മൊമെന്റ് എന്തേലും അറിയോ, ഞാനൊരു ആക്റ്റീവയിലുണ്ട്, നിങ്ങട്ട് എങ്ങനെ സ്പീഡൊക്കെ ഇതാക്കി എങ്ങനെയൊക്കെ ഞാൻ ഈ ട്രക്കിന്റെ മുന്നിലെത്തി. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചേ, മുന്നിലെത്തി കഴിഞ്ഞവരെന്തായാലും സ്ലോ ആക്കുമല്ലോ. ഞാൻ ബാക്കൊക്കെ വെക്കപ്പോ ഇവരെ തട്ടിയാലും പ്രശ്നമില്ല, നിർത്തണ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി ഇത് ജീവൻ ആപത്താ. എന്നിട്ട് വീണ്ടും ഫുൾ ചേസ് നടന്നോണ്ടിരിക്ക. അതില് ഞങ്ങളിങ്ങനെ ചേസ് ചെയ്ത് മലപ്പുറം ടൗണിലെത്തി. മലപ്പുറം ടൗൺ ഞങ്ങൾ അവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം ചേസ്. അതും കാലി റോഡ്, പിന്നെ ഡിവൈഡർ ഒക്കെ ഉള്ള റോഡ് ഉണ്ടായിരുന്നു. ഡിവൈഡർ ഉള്ളടത്ത് ഒരു റോങ് വേല് കേറി, ഞങ്ങൾ റോങ് വേ, അപ്പുറത്തൊന്നും ആരുമില്ല. ഇങ്ങട്ട് മലപ്പുറം ടൗണിലെത്തി. അവിടെ ഒരു കയറ്റുണ്ട്, കയറ്റത്ത് ലോറിക്ക് കയറ്റം മുട്ടുമല്ലോ. ലോറി ഈ കാറിന്റെ ബൈക്കിന്റെ പോലെതാ. അവിടെ ഒരേ സ്പീഡ് അങ്ങോട്ട് ഇതായാണ്ട് ആ ടൈമില് കാക്ക മറ്റേ വണ്ടി മുന്നിക്കിട്ട്. കാക്ക ഇങ്ങോട്ട് വണ്ടി നേരെ മുന്നിക്കിട്ട്. അപ്പൊ മുന്നിക്കിട്ടപ്പോ ആര് ഫിസിക്സിന്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാതെ വണ്ടി പോയി ഞങ്ങളെ വണ്ടിന്റെ സൈഡിൽ അങ്ങ് തട്ടി വണ്ടി നിന്നു. ഞാനിങ്ങോട്ട് കാണുന്ന കാഴ്ച തരുമോ, കാക്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്ട് മറ്റേ ട്രക്കിന്റെ സ്റ്റെപ്പ് ഉണ്ടാവല്ലോ, അതിലാണ്ട് കേറിയിട്ട് ഡ്രൈവറുടെ മൂക്കിലിട്ട് ഞാനിങ്ങനെ ഞങ്ങള് ചെക്കന്മാരുടെ ഫുള്ള് വടി ഇതൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫുള്ള് ലോറൊക്കെ അടിച്ച് പൊട്ടിച്ച് ഗ്ലാസ് ഒക്കെ ഇതായി. അങ്ങനെ ഇതിങ്ങനെ ഭയങ്കര രൂക്ഷമായി നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വണ്ടി സ്റ്റക്കായത് പോലീസ് സ്റ്റേഷന്റെ അടുത്താണെന്ന്. എന്നിട്ട് മലപ്പുറം ടൗണ് പോലീസ് സ്റ്റേഷനിൽ ഫുൾ പോലീസുകാരൊക്കെ വന്ന് എന്താ ഗുണ്ടായിസം അവർക്ക് പ്രശ്നം അറിയില്ലല്ലോ, കാഴ്ചയിലെ പ്രശ്നം എന്താ, ഞങ്ങൾ ഈ ലോറൊക്കെ ഇങ്ങനെ അടിച്ച് അതാണ് കാഴ്ചയിലെ പ്രശ്നം. ഒരുത്തനുണ്ട് മറ്റേ ലോറി ഇങ്ങനെ അടിച്ചു പൊട്ടിക്കണ ഗ്ലാസ് ഇങ്ങനെ കണ്ടിട്ട് കയ്യൊക്കെ എടുത്തപ്പോഴൊക്കെ ഫുൾച്ചില്ലൊക്കെ അങ്ങനെ ഫുൾ സീൻ കിട്ടോ. അപ്പം പോലീസുകാരെത്തി. പോലീസുകാരെ എന്താണ് സംഭവം എന്താക്കുക വെച്ച് അതിൽ നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു, ഇവര് കുറെ കാലമായത് ഇതാവണ്, ഇവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി, അത് ഇതാക്കിയിട്ടാണ് ഇവർ ഇതാക്കണം. അപ്പൊ പോലീസുകാർക്ക് സംഭവം മനസ്സിലായി ഇത് ഇവരുടെ അടുത്തുള്ള മിസ്റ്റേക്കാണ്. എന്നിട്ട് പോലീസുകാർ അത് വിചാരിച്ചു നിങ്ങൾ നിയമം കയ്യിലെടുക്കാണോ ഒക്കെ പറഞ്ഞ് പോലീസുകാരും സ്ഥിരത്. അങ്ങനെ എന്ത് ചെയ്ത് മറ്റേ കേസ് എടുത്തു. അതങ്ങട്ട് കേസ് എടുത്തു. ഇവരെ കേസ് എടുത്തത് ഇവര് പ്രതി, ഞങ്ങള് നാട്ടുകാര് ഇടപെട്ടു എന്നുള്ള ഒരു ഇതിലാണ്. അതില് ഈ ഡ്രൈവേഴ്സ് എന്ത് ചെയ്തു അറിയോ, ഓര് പറഞ്ഞ് ഞങ്ങള് നിർത്താത്തതല്ല, അവിടെ വെച്ച് നിർത്തിയാല് ഞങ്ങളെ ജീവൻ കിട്ടൂല, അപ്പൊ ഞങ്ങള് മനഃപൂർവ്വം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയതാണ്, ഞങ്ങള് രക്ഷക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓര് പറയത്.
അങ്ങനെ എന്ത് ചെയ്ത് ഇവര് ഈ മൂക്കിന് അഡിക്റ്റവന് വേഗം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. മറ്റേ ഇങ്ങനെ കേസ് ബലം കൂട്ടാന്. അതില് കാക്ക ഞങ്ങളെ കുറച്ച് 3 ആൾക്കാരുടെ നിങ്ങളോട് പോയി അഡ്മിറ്റ് ആക്കി. അതെ, എന്നിട്ട് ഞങ്ങള് 3 ആൾക്കാര് അഡ്മിറ്റ് ഒക്കെ ആയി. നഴ്സ് ട്രിപ്പൊക്കെ ഇട്ട് വെറുതെ കാണിക്കാറ്. എന്തിനാണ് ട്രിപ്പൊക്കെ? അല്ല, പോയി അഡ്മിറ്റ് ആകാനൊക്കെ പറ്റുമോ? നമ്മുടെ നാട്ടിലെന്തും പറ്റൂടാ. എന്താ പോയി പറയാ? അതും അറിയാം, അങ്ങനെ ഒരു തല്ല് കേസ് ഉണ്ടായതാണ്. അഡ്മിറ്റ് ആണോ ഒരു ദിവസം എന്ന് പറഞ്ഞ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ അല്ലേ. എന്നിട്ട് ഞങ്ങളപ്പൊ തന്നെ ഞങ്ങളെ നാട്ടിലെ വലിയൊരു പ്രവർത്തകനുണ്ട് ലീഗിന്റെ. അങ്ങനെ മൂപ്പരെ വിളിച്ച് കാര്യം പറഞ്ഞ് മൂപ്പരെ ഭാര്യ വീട്ടിലാ, ഞങ്ങളെ നാട്ടിലും ഇല്ല. മൂപ്പരിങ്ങോട്ട് അവിടുന്ന് മലപ്പുറം ടൗണിക്ക് ആ ടൈമിലെത്തി. അതില് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി. നമ്മളെ നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇങ്ങനെയുള്ളവര്. മൂപ്പരിങ്ങോട്ട് ആ ടൈമിൽ ഉറക്കും തോന്നുന്നു. മൂപ്പർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്നിട്ട് മൂപ്പരെ പാർട്ടിയിലുള്ള ഒരാളെ വിളിച്ചിട്ട് അയാളുടെ ബൈക്കിന്റെ ബാക്കിലെ മൂപ്പരെത്തിയത്. ഇങ്ങോട്ട് മൂപ്പരെത്തി, ഷൗട്ട് ഔട്ട്. എന്നിട്ട് മൂപ്പരുണ്ടായോണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്തായി. അപ്പം പിന്നെ മറ്റവര് ഫുള്ള് എനിക്ക് ആ മൂക്കിനിട്ട് ഇടിച്ചവനെ കിട്ടിയാ മതി എന്നൊക്കെ പറഞ്ഞു ഒരു വൻ സീനൊക്കെ. പിന്നെ ഞങ്ങള് പിറ്റേന്ന് നിന്നെ കാണാനും അമീർ ഖാനിനെ കാണാനും ഒരേ മൂക്കിലിട്ട് ഇടിച്ച ഇവരല്ല. പിന്നെ അന്ന് എനിക്ക് മുടി ഞാൻ ഫുള്ള് ഇങ്ങനെ വളർത്തിട്ടാ. പിന്നെ അത് തിരുവോണത്തിന്റെ അന്ന്. കാരണം എന്താന്ന് വെച്ചാല് തിരുവോണത്തിന്റെ ടൈമില് ഞങ്ങളെ ഫ്രണ്ട് അഭിഷേകിന്റെ വീട്ടില് സദ്യ വിളമ്പുമ്പോ ഞങ്ങള് പിറ്റേന്ന് ഒപ്പിടാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ പോയതാ. അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങള് പോലീസ് സ്റ്റേഷൻ പോയി, ഇത് ഒപ്പൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഒത്തുതീർപ്പായി. പിന്നെ ഈ ലോറിന്റെ മുതലാളി വന്നാണ്ട്, കാരണം ലോറി അവിടെ പിടിച്ചു വെച്ചിക്കല്ലോ, ലോറിന്റെ മുതലാളി വന്ന് എന്താ ചെയ്യേണ്ടിയൊക്കെ വെച്ചപ്പോ കാക്ക നഷ്ടപരിഹാരം വേണം. കാരണം ഞാന് ഇടിക്കാനൊന്നും വിചാരിച്ചില്ല, പക്ഷെ വണ്ടിനെ തട്ടിയോണ്ടാണ്. അപ്പം അതായത് അങ്ങനെ എന്തൊക്കെ പൈസ കൊടുത്ത് പിന്നെ ഈ രാഷ്ട്രീയക്കാരും ഇടപെട്ടോണ്ട് ഒരു മദ്യം നിന്നാണ്ട് അതിന് ഐസ്ലാൻഡ് ഇതായി. നമ്മളെ നാട്ടിലെ ഓരോ സിസ്റ്റംസിലെ. അതെ. എന്നിട്ട് ഞാന് മറ്റേ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടുമ്പോ പോലീസുകാരൊക്കെ എന്നോട് എന്താടാ മുടിയൊക്കെ വളർത്തിയാണ്ട് നിനക്ക് തന്നെയാണോ പണി, ഗുണ്ടായിസാണോ? ഞാന് അതെ സാറേ. എന്താ സാറേ മുടി വളർത്തിക്കൂടെ? അങ്ങനെയൊക്കെ കാണാനുള്ളല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ നാട്ടില് ഞങ്ങൾക്ക് വൻ റെസ്പെക്ട്, നാടിന്റെ പൊന്നോ. കാരണം തരുമോ, നാട്ടിലെ കൊറേ വലിയ ആൾക്കാര് ഈ ലോറി പിടിക്കാൻ നോക്കിയിട്ട് ഇതേമാതിരി നിർത്താതെ പോയ കേസാ. അത് ഞങ്ങൾക്ക് അറിയില്ലേനു, അപ്പളാ അറിയണേ. അപ്പൊ ഇവര് ചെറുക്കന്മാര് നമ്മളെ ഭാവി തലമുറ യുവാക്കൾ. അതെ, ഇവര് ചെറുക്കന്മാര് ഇത് പിടിച്ചു എന്നുള്ള അതില് ഭയങ്കര നാട്ടില് വൻ പേരായി. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ ഷൈൻ ചെയ്തീനു. അത് മറ്റേ നമ്മളെ നാട്ടില് പ്രളയം വന്നപ്പോ നമ്മളുടെ ജനറേഷൻ അത്ര കാലം ഒന്നിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞവര് അവരായിരുന്നു ഫുള്ള് മുന്നിലോട്ടുണ്ടായിരുന്നു. അതെ, ശരിയാ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ രാത്രി 10:15 സമയം. ഇവിടെ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത്. ഉച്ചക്കൊക്കെ ഇപ്പം ഭയങ്കര നല്ല കാലാവസ്ഥയാണ്. പീക്ക് സമ്മർ ആവാറായി. 10 ഡിഗ്രി സെൽഷ്യസ് നല്ല കാലാവസ്ഥ. നമ്മളെ തണുപ്പ് പറയട്ടല്ല, അവിടെ അടിപൊളി. ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ ഫുൾ 10 ആയപ്പോ ഞാൻ സമ്മർ ഷർട്ട്സ്. അതെ, മയാമിയിലാന്ന വിചാരം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് this has been your favorite hosts Zayan Zakir and Samir Roshan. Peace out.